തൊടുപുഴ KSRTC ഡിപ്പോയുടെ നവീകരണ ജോലികൾ പുരോഗമിക്കുകയാണ്. ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി തറ നിരപ്പാക്കുന്ന ജോലികൾ നേരത്തെ പൂർത്തിയായിരുന്നു. പൈലിംഗ് ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. 12 കോടി രൂപയുടെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ പൂർത്തിയാകും. താൽക്കാലിക സംവിധാനത്തിലാണ് ഇപ്പോൾ ഡിപ്പോ പ്രവർത്തിക്കുന്നത്. പൊതുസ്ഥലത്തേക്കുള്ള വഴി സ്വകാര്യ വ്യക്തി അടച്ചതോടെ ഗ്രാമസഭ നടന്നത് പെരുവഴിയിൽ. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് സഭയാണ് പെരുവഴിയിൽ കൂടിയത്. 3-ാം വാർഡിലെ ഏക പൊതുസ്ഥാപനമായ ഉപ്പുകുളം അംഗൻവാടിയിലാണ് ഗ്രാമസഭ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സ്വകാര്യ വ്യക്തി ഇങ്ങോട്ടുള്ള വഴി തടഞ്ഞതോടെയാണ് ഗ്രാമസഭ റോഡിൽ കൂടിയത്. പോളിയോ തുള്ളിമരുന്ന് വിതരണം ഉൾപ്പെടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന അംഗൻവാടിയിലേക്കുള്ള വഴി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യം അധികൃതർ കണ്ടില്ലെന്നടിക്കുകയാണ്. പൊതുപരിപാടിയായിട്ട് അവരുടെ ഉത്തരവാദിത്തമായിട്ട് സ്ത്രീകൾ അവിടെ ചെന്നപ്പോൾ വഴിയില്ല, പൊതുവായിട്ട് അടച്ചു വെച്ചേക്കുന്നു. അപ്പം ഞങ്ങളത് തിരിച്ച് അവിടെ നിന്ന് പോകുന്ന റോഡിൽ കൂടാന്നുള്ള ഇതിൽ ഞങ്ങൾ എല്ലാവരും കൂടി ജനങ്ങളെല്ലാം കൂടി ഒത്തുകൂടി വാർഡിലിട്ട് പോകുന്നു. എന്തായാലും ഇതിന് നടപടി എടുത്തേ പറ്റുക. വഴിയാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. പഞ്ചായത്തിലെ 3-ാം വാർഡിലെ ഉപ്പുകുളത്ത് പ്രവർത്തിക്കുന്ന 67-ാം നമ്പർ അംഗൻവാടിയിൽ വെച്ച് ഇന്ന് ഗ്രാമസഭ കൂടുവാനായിട്ട് തീരുമാനിച്ചിരുന്നതായിരുന്നു. എന്നാൽ ഗ്രാമസഭയിൽ ആൾക്കാർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കസേരകളും മറ്റും കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് അവിടെ വഴിയില്ലാത്തതിനാൽ ഇന്ന് ഈ ഗ്രാമസഭ ഈ പൊതുവഴിയിൽ വെച്ച് കൂടുവാനായിട്ട് തീരുമാനിച്ചു. അംഗൻവാടിക്ക് നേരത്തെ വഴിയുണ്ടായിരുന്നു, എൻ്റെ സ്വകാര്യ വ്യക്തി അടച്ചിരിക്കുകയാണ്. പഞ്ചായത്തിൽ നിന്നും ഇതിന് അംഗൻവാടിക്ക് വഴിയുണ്ടാക്കണമെന്ന് പറഞ്ഞ് അതിനു മുൻപും സമരങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് അംഗൻവാടിക്ക് ഒരു വഴി ഉണ്ടാക്കി തന്നിട്ടില്ല. എത്രയും വേഗം അംഗൻവാടിക്ക് ഒരു വഴി ഉണ്ടാക്കണം, വഴി വേണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. ആലക്കോട് പഞ്ചായത്ത് 3-ാം വാർഡിലെ ഗ്രാമസഭയാണ്. ഈ ഗ്രാമസഭ നടത്താൻ ഞങ്ങൾ ഉപ്പുകുളം അംഗൻവാടിയാണ് സമയം നിശ്ചയിച്ച് അവിടെ ഞങ്ങൾ കസേരയായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം ചുറ്റും അടച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ കസേര പെറുക്കി ഇറക്കാനും ഒന്നും ഒരു സൗകര്യമില്ലാതെ ഈ 3-ാം വാർഡിൽ ആകപ്പാടിയുള്ള ഒരു പൊതുസ്ഥാപനമാണ് ഈ അംഗൻവാടി. ഗ്രാമസഭ നടത്താനും അഥവാ കുട്ടികൾക്ക് പോളിയോ കൊടുക്കാനും എല്ലാം ഉള്ളത് ഈ സ്ഥാപനമാണ്. ഇതിന് യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ ഈ ദയനീയ അവസ്ഥ വഴിവെക്കി വെച്ച് ഞങ്ങൾ ഈ ഗ്രാമസഭ ഇവിടെ നടത്തുന്നത്. ഈ അംഗൻവാടി അല്ലാതെ ഇവിടെ വേറെ ഒരു പൊതുസ്ഥാപനമില്ല. ഞങ്ങൾ എല്ലാ അധികാരികളുടെ മുമ്പിലും കളക്ടറുടെ മുമ്പിൽ വരെയും പരാതി കൊടുത്ത് ഇതുവരെ ഒരു നടപ്പുവഴി തുറന്നു തരാനുള്ള ഒരു സന്മനസ് അധികാരികളിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന കുടുംബങ്ങളിൽ 100 ദിവസം പൂർത്തിയാക്കുന്നവർക്ക് വെള്ളിയാമറ്റം പഞ്ചായത്ത് ധനസഹായം നൽകി. PT തോമസ് MP സഹായധനം വിതരണം ചെയ്തു. IAY അധിക ധനസഹായ വിതരണം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി ദാമോദരൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ രാമൻ അധ്യക്ഷയായിരുന്നു. പന്നിമറ്റം സെന്റ് ജോസഫ് LP സ്കൂളിലാണ് പരിപാടി. കാരണം തൊഴിലുറപ്പ് ശ്രീമതി സോണിയാഗാന്ധി ഇന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് പട്ടിണി മാറ്റുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരു പദ്ധതിയാണ്. അത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മാത്രമല്ല, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശം നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. കാശ്മീരിൽ ചെന്നാൽ തൊഴിലുറപ്പ് അവിടെയുണ്ട്, ആസാമിൽ ചെന്നാലുണ്ട്, നാഗാലാൻഡിൽ ചെന്നാലുണ്ട്, കൽക്കട്ട ബംഗാളിൽ ചെന്നാലുണ്ട്, ഒറീസയിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്. ഇന്ത്യ മുഴുവനുള്ള ഒരു പദ്ധതിയാണ്. ഇതിന്റെ പേരിൽ ഒത്തിരി കള്ളത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പണ്ടിടയ്ക്ക് തൊഴിലുറപ്പിന്റെ കൂലി 100 രൂപയായിട്ട് കുറച്ചു, പോസ്റ്റ് ഓഫീസും അതുപോലെ ടെലിഫോൺ ഓഫീസും ഒക്കെ പിക്കറ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു കള്ളക്കഥ ഇറക്കി വിട്ടു. എന്തായിരുന്നു സത്യം? സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഇവിടെ 125 രൂപ കൊടുക്കുമ്പോൾ 9 സംസ്ഥാനങ്ങളിൽ 100 രൂപ താഴെയായിരുന്നു കൂലി. 86 രൂപ, പശ്ചിമ ബംഗാൾ അടക്കം 86 രൂപ, 95 രൂപ, 94 രൂപ ഇങ്ങനെയുള്ള കൂലിയായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിറക്കി തൊഴിലുറപ്പിന് 100 രൂപ മിനിമം കൂലി നിശ്ചയിച്ചിരിക്കണം. അപ്പൊ നമുക്കിവിടെ 125 ഉണ്ട്. ഉടനെ ഒരു സമരം, നമ്മുടെ 125 രൂപ 100 ആയി വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ വെട്ടിക്കുറയ്ക്കുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മൾ സമരം ചെയ്തുകൊണ്ടാണ് വെട്ടിക്കുറയ്ക്കാതിരുന്നത് എന്നൊരു പ്രചരണം. ഈ അടുത്ത കാലത്ത് അതുപോലെ തന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഒരു സമരം നടന്നു.
ഇതെല്ലാം കാപറ്റ്യമാണ്. കാരണം ഇത് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ്, ഞാൻ ആദ്യം പറഞ്ഞു, ശ്രീമതി സോണിയാഗാന്ധി ഇന്ത്യയിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചു വരുത്തി 1.5 വർഷം 2 വർഷം നടത്തിയ പഠനത്തെ തുടർന്ന് എല്ലാ പാവങ്ങളുടെയും വീടുകളിൽ ഒരു സഹായം എത്തിക്കാനുള്ള പദ്ധതി എന്നൊരു കണ്ടെത്തിയിരിക്കുന്ന പദ്ധതിയാണ്. അതിവിടെ ആരെങ്കിലും സമരം ചെയ്യുന്നതുകൊണ്ടോ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടോ വരുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയ മുതലെടുപ്പാണ്. ദയവായി നിങ്ങൾ അതിലൊന്നും വിശ്വസിക്കരുത്. ടൂറിസം വികസനത്തിന്റെ ഭാഗമായി DTPC സംഘടിപ്പിക്കുന്ന കലാപ്രദർശനങ്ങൾ ജില്ലയിൽ നടന്നു വരികയാണ്. അനുഷ്ഠാന കലാരൂപമായ അയ്യപ്പൻ തീയാട്ട് തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്നു. രാമൻ നമ്പ്യാരും കുടുംബവുമാണ് തീയാട്ട് അവതരിപ്പിച്ചത്. കാട്ടാള വേഷത്തിലുള്ള സ്വാമി അയ്യപ്പന്റെ രൂപത്തിലുള്ള കളം തീർത്താണ് തീയാട്ട് നടത്തുന്നത്. അരിപ്പൊടി, ഉമിക്കിരി, മഞ്ഞൾപ്പൊടി, വാകയില ഉണക്കിപ്പൊടിച്ചത്, ചുണ്ണാമ്പ് എന്നിവയാണ് കളമെഴുത്തിന് ഉപയോഗിക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി സംവാദം സംഘടിപ്പിച്ചു. NGO യൂണിയനെ പ്രതിനിധീകരിച്ച് PM ഫിറോസ്, NGO അസോസിയേഷനെ പ്രതിനിധീകരിച്ച് രാജേഷ് ബേബി എന്നിവർ സംസാരിച്ചു. കേരള NGO യൂണിയൻ നേതൃത്വം നൽകുന്ന ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ്, ജോയിന്റ് കൗൺസിൽ നേതൃത്വം നൽകുന്ന അധ്യാപക സർവീസ് സംഘടന സമരസമിതി, അതുപോലെ തന്നെ അധ്യാപക സർവീസ് സംഘടന ഐക്യവേദി എന്നീ 3 സംഘടനകളാണ് ഇന്ന് സമരരംഗത്തുള്ളത്. 2002 കേരളത്തിലെ ജീവനക്കാരുടെ മേഖലയിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരായിട്ടുള്ള ആദ്യ സമരം നടന്നത്. അന്ന് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഓർമ്മയുണ്ടാകും. കേരളത്തിലെ ജീവനക്കാരുടെ മേഖലയിൽ ഇതിഹാസ സമാനമെന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന 32 ദിവസക്കാലത്തെ സമരമാണ് അന്ന് നടന്നത്. അന്ന് ഈ 3 സമരമുന്നണികൾ കൂടാതെ കഴിഞ്ഞ ദിവസം സമരരംഗത്ത് പിന്മാറിയ ഫെറ്റോയും അതുപോലെ തന്നെ രാജേഷ് ബേബിയുടെ എല്ലാം സെറ്റോയും സമരരംഗത്തായിരുന്നു. അങ്ങനെ കേരളത്തിലെ മുഴുവൻ സമരമുന്നണികളും സംയുക്തമായി നടത്തിയ ഒരു സമരം 2002 ഇവിടെ നടന്നു. ആ പണിമുടക്കത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ആ പണിമുടക്കത്തിന്റെ ഫലമായിട്ടാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞത്. എല്ലാ ജീവനക്കാരും സമരത്തിലായിരുന്നു. ഷോക്കേറ്റ് ലൈനിൽ കുരുങ്ങി KCB കരാർ ജീവനക്കാരൻ വിൽസനെ സാഹസികമായി രക്ഷിച്ച ഓട്ടോ തൊഴിലാളി അനസിന് ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങിൽ അനസിന് ഉപഹാരം സമർപ്പിച്ചു. ലൈനിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ വൈദ്യുതി പ്രയോഗിച്ചു. അപകടത്തിൽപ്പെട്ട വിൽസനെ സാഹസികമായാണ് അനസ് രക്ഷപ്പെടുത്തിയത്. ഒരു KCBയുടെ തൊഴിലാളിയായ ശ്രീ വിൽസൺ അപകടത്തിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആ ജീവൻ രക്ഷിക്കുവാൻ ആ കാണിച്ച സന്മനസ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് ചെയ്തത് എന്നതിനാണ്. അതുപോലെ തന്നെ അഭിമാനം കാണുമെന്ന് വെച്ചാൽ ഇന്ന് സമൂഹത്തിൽ പല കാലങ്ങളിലും ഇവിടെ നമ്മുടെ സ്വാഗത പ്രസംഗൻ പറഞ്ഞതുപോലെ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു തൊഴിലാളി വർഗമായി നമ്മൾ ഓട്ടോറിക്ഷക്കാർ ചിത്രീകരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അതിനെല്ലാം ഒരു മറുപടിയായി ധീരമായ ഒരു പ്രവൃത്തിയിലൂടെ ശ്രീ വിൽസന്റെ സഹപ്രവർത്തകർ നോക്കി നിൽക്കെ തന്നെ KCBയിൽ ശ്രീ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ KCBയിലെ തൊഴിലാളികൾ നോക്കി നിൽക്കാൻ തന്നെ അതിൽ കൂടുതൽ പരിശീലനം ലഭിച്ചിട്ടുള്ളവർ നോക്കി നിൽക്കെ സ്വജീവൻ പോലും മറന്നുകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെയും കൂടപ്പുറപ്പുകളെയും ഭാര്യയെയും മറന്നുകൊണ്ട് ആ സഹോദരന്റെ ജീവൻ രക്ഷിക്കുവാൻ ഒരു രാജ്യസ്നേഹി തികച്ച ഒരു രാജ്യസ്നേഹത്തോടു കൂടി തന്നെ, അതായത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള ഒരു ഇതോടുകൂടി അതിൽ രാഷ്ട്രീയമോ മറ്റു മതമോ എല്ലാം ഒരു ജീവന് അതീതമല്ല, അതിന് ജീവനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള ഒരു ഉത്തരവാദിത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് വരികയും തുടർന്ന് അദ്ദേഹം അവരെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും കൂടെ ഉൾപ്പെടെയാണ് ഈ വലിയൊരു കർമ്മം ചെയ്യാനായിട്ട്. സർക്കാർ അംഗീകാരം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പുരുഷ സ്വയം സഹായ സംഘങ്ങൾ കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായുള്ള ഇടുക്കി ജില്ലാ കൂട്ടായ്മ ഈ മാസം 20 അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിൽ ചേരും.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ് ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ മുഴുവൻ സ്വയം സഹായ സംഘങ്ങളും പങ്കെടുക്കണമെന്ന് ജില്ലാ കോർഡിനേറ്റർ രാജു ജോസഫ് പറഞ്ഞു. പുരുഷ സ്വയാശ്രയ സംഘങ്ങളുടെ ജില്ലാ കൂട്ടായ്മ 2013 ജനുവരി മാസം 20-ാം തീയതി അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ MT തോമസ് ഉദ്ഘാടനം ചെയ്യുകയാണ്. പുരുഷ സ്വയാശ്രയ സംഘങ്ങളെ സർക്കാർ അംഗീകരിക്കുക എന്ന ആവശ്യം മുൻനിർത്തി കഴിഞ്ഞ മാസം 15-ാം തീയതി കോട്ടയത്ത് വെച്ച് നടന്ന സംസ്ഥാന സംഗമത്തിൻ്റെ മുന്നോടിയായി നടക്കുന്ന ജില്ലാ സംഗമമാണ് അടിമാലിയിൽ വെച്ച് നടക്കുന്നത്. സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ MJ പ്രസാദ്, ഇടുക്കി ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും അടിമാലി ബ്ലോക്കിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. ഈ പരിപാടിയിലേക്ക് ഈ ജില്ലയിലെ മുഴുവൻ സ്വയാശ്രയ സംഘങ്ങളെയും ക്ഷണിക്കുകയാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.